എന്തിനാ? അല്ല, ഇവിടെ നല്ല ചൂടാണല്ലോ, അകത്ത് വന്നിരിക്കാം. അതൊന്നും സാരമില്ല, ഇവിടെ ഇരുന്നോളാം. അയിനോ, എനിക്കറിയാം റൗഡികൾ എവിടെ ഇരിക്കണമെന്നുള്ള അവരുടെ ഇഷ്ടമാ. പക്ഷെ അവൻ ടി സി ചോദിച്ചാൽ ഞാൻ എന്ത് ചെയ്യും? എന്ത് ടി സി? ടി സി അല്ല, AC. AC വന്നിരിക്കാമെന്നാ ഞാൻ പറഞ്ഞത്. AC യോ? എവിടുണ്ട്? എന്റെ റൂമിലുണ്ട്. വരൂ പ്ലീസ്. ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് മീ പ്ലീസ്. ഞങ്ങൾ അവിടെ ഇരുന്നാൽ സാർ ഇവിടെ ഇരിക്കും. നിങ്ങൾ അനുവദിച്ചാൽ അവിടെ എവിടെയെങ്കിലും ഒരു മൂലയിൽ ഇരുന്നോളാം. ഇത്രയും പോരെ? AC ലിരുന്ന് കളിക്കാണോ? നമുക്ക് പോയാലോ? വരൂ. സോറി സാർ. ആഹാ, നല്ല തണുപ്പുണ്ടല്ലോ. AC അല്ലേ, തണുക്കാതിരിക്കുമോ? എന്നാൽ എനിക്ക് എന്താണെന്നറിയില്ല, നല്ല ചൂട്. ബണ്ണി, നമുക്ക് എന്റെ കാറിൽ പോവാം. കാറിൽ പോയിട്ട് എന്ത് കാര്യം? ബൈക്കിൽ പോകുന്നല്ലേ ഒരു ത്രില്ല്. ആരെങ്കിലും കണ്ടാലോ? തനിക്ക് ആ പ്രശ്നമല്ലേ ഉള്ളൂ. ഡോണ്ട് വറി. തലകുനിക്ക്. അണ്ണാ, അവൻ മോളെ അടിച്ചിട്ട് പോകുന്ന. മോളെ ഇങ്ങോട്ട് പോകുന്നുണ്ടോ? അത് തുറക്കാൻ പറ്റത്തില്ല, പുറത്തൊന്ന് കുറ്റിയിട്ടിരിക്കുവാ. ഇയാള് മനഃപൂർവ്വം നമ്മൾ ഇതിനകത്ത് കയറ്റി അടച്ചതാ. എടോ, ഇതിനാണല്ലേ ഞങ്ങളെ AC ഗീസി എന്നൊക്കെ പറഞ്ഞ് ഇങ്ങോട്ട് വിളിച്ചോണ്ട് വന്നത്? എനിക്കൊന്നും അറിയില്ല സാർ. കള്ളം പറയുന്നതിനാ സാർ? അവൻ പറഞ്ഞതിന്റെ പേരല്ലേ സാർ വരെ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വന്നത്? പറയരുതല്ലേ സാർ. അവനോട് സംസാരിച്ചു പറയുന്നേ മാത്രമേ സത്യമുള്ളൂ സാർ. എന്നാൽ അവൻ പുറത്തൊന്ന് കുറ്റിയിട്ടളയെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല സാർ. കർത്താവാണ് മദർ പ്രോമൈസ്. ബിലീവ് മീ സാർ. ഈ കാര്യം അണ്ണൻ അറിയുകയാണെങ്കിൽ തന്റെ തല ഉണ്ടാവില്ല, കള്ള നാറി. തേരി പറയല്ലേ സാർ. ടെൻഷൻ ആക്കാതെ. വണ്ടിയിൽ അവനാണോ മോളാണോ ആദ്യം കയറിയത്? ആര് കയറിയാലെന്താ, കുഴപ്പമില്ലല്ലോ. AC കൂട്ടിയിട്. ബണ്ണി, എന്റെ ഡാഡി. അങ്ങോട്ട് നോക്കണ്ട, കാണാത്ത പോലെ ഇരുന്നോ. ഹലോ അണ്ണാ. എടാ, മോള് കോളേജിൽ തന്നെ ഉണ്ടല്ലോ. ഹലോ 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 എടാ, റേഞ്ച് ഉള്ളിടത്തേക്ക് മാറി നിൽക്ക്. ഹലോ 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 അണ്ണാ, ഈ കോളേജിൽ എങ്ങ് റേഞ്ച് കിട്ടുന്നില്ല. സാർ, ആ ജനലടുത്ത് നിന്നാ നല്ല റേഞ്ച് കിട്ടും. നീ മിണ്ടരുത്, നീ മിണ്ടിപ്പോരുത്. ഞങ്ങൾ ഇവിടെ മര്യാദയ്ക്ക് കളിച്ചോണ്ടിരുന്നപ്പോ AC ഇട്ട് തണുപ്പിക്കാന്ന് പറഞ്ഞ് ഇവിടെ വിളിച്ചോണ്ട് വന്നിരിക്കുന്നു. നിന്റെ ഈ അവിഞ്ഞ മുഖത്ത് ഞാനോ. മര്യാദക്ക് സംസാരിക്കുക. ഇദ്ദേഹം ആരാണെന്ന് അറിയാമോ? ഇദ്ദേഹത്തിന്റെ പൊസിഷൻ എന്താണെന്ന് അറിയാമോ? പണ്ടേ നാട് ഉറപ്പിച്ചിരുന്ന വലിയ റൗഡിയാ, അറിയാമോ? നമ്മൾ റിട്ടയർഡ് റൗഡീസ്, അവർ ഇപ്പോഴത്തെ ദാദാസ്. നമ്മളാ ഒതുങ്ങേണ്ടത്. അതെന്തിനാ സാർ? നിനക്ക് സോഡ പൈസ അറിയാമോടാ? ഒന്ന് കാണിച്ചു കൊടുക്കുക. കാണിച്ചു കൊടുക്കുക. എന്നെ കൊണ്ട് അമ്മോ. പന്നം. അണ്ണാ, വേണ്ട അണ്ണൻ. മഹാലക്ഷ്മിയുടെ ക്ലാസ് എവിടെയാ? മുകളിൽ B സെക്ഷൻ. ഓ, മോളിലാണല്ലേ. പറയടോ, നീ ചെന്ന് പറ. നിങ്ങളുടെ മോൾ ഏതോ ഒരുത്തന്റെ കൂടെ ബൈക്കിൽ കയറി പോയെന്ന് ചെന്ന് പറ. കൂതറ പ്രിൻസിപ്പാളെ, അലവലാത് ചേറ്റെ. ചക്കരേ, എവിടെ പോയിരിക്കായിരുന്നു? മൂത്രം ഒഴിക്കാൻ പോയണ്ണ. ഒരു വീക്കെൻഡ് ഫോൺ ചെയ്തിട്ട് എടുക്കാത്തോ? മൂത്രപ്പരയിൽ റേഞ്ച് ഇല്ലണ്ണ. മോള് ഉണ്ട്. ഇനി മൂത്രം ഒഴിക്കണ്ട, ഞാൻ ആകെ ടെൻഷനായി. അണ്ണാ, അണ്ണൻ അങ്ങനെയൊക്കെ പറയും. എനിക്ക് മുട്ടിയാ ഞാൻ പോവും. മഹാലക്ഷ്മിയെ നോക്കിയതിനൊരുത്തന്റെ കണ്ണു പൊട്ടിച്ചതാ. ഇപ്പോഴത്തേക്ക് നിന്നെ വെറുതെ വിടുന്നു. നിനക്ക് ജീവിതം ഒരുപാട് ബാക്കിയുണ്ട്. പൊയ്ക്കോ. അല്ലേട്ടാ, മഹാലക്ഷ്മി ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞപ്പോ നീ ആരാടോ അവിടെ ഐസ്ക്രീം തെറ്റിക്കാൻ? ക്ഷമിക്കണം ചേട്ടാ, ഇനി ഒരിക്കലും ഇങ്ങനെ ചെയ്യില്ല. ചേട്ടാണ് സത്യം. എന്താടാ, അണ്ണൻ ചാവാനാണോ? അയ്യോ അല്ലേട്ടാ. ആവർത്തിച്ചാൽ
നിന്റെ കണ്ണ് ഞാൻ കുത്തിപ്പൊട്ടിക്കും. പിച്ചക്കാര് അമ്മോ മോശം, അവർ കൂടി മോശമായത്. ദേവസ്യ സാർ, ദേവസ്യ സാർ, സാറ് കരയാണോ സാർ? വെറും കരച്ചിലല്ല ബണ്ണി, രോദനം, മനോവേദന, ആർത്തനാദം. എന്തൊരു തെറിയാവന്മാര് വിളിച്ചത്. അവർക്കത് വിളിക്കാൻ എങ്ങനെ തോന്നി? അതെ ബണ്ണി, അവർ വിളിച്ച തെറിക്ക് മനുഷ്യരാരെങ്കിലും ആയിരുന്നെങ്കിൽ ഇപ്പൊ എപ്പോഴേ തൂങ്ങിച്ചത്തേനെ. ഒരു പ്രിൻസിപ്പലായിട്ട് പോലും ജീവിച്ചിരിക്കുന്ന കണ്ടില്ലേ? അതൊരു പിയൂണിനെ പോലെ തലവല്ലിച്ചത്തേനെ. സത്യമാ ബണ്ണി? സാർ, ഈ പ്രശ്നമല്ല ഞാൻ കാരണമല്ല ഉണ്ടായത്. എനിക്ക് TC തന്നേക്ക് സാർ. കുറച്ച് വെള്ളം കോരി ഒഴിക്ക്. തന്നെ ഊരി വെള്ളം ഒഴിക്കണോ? തന്റെ അച്ഛന് തന്നെ തീരെ വിശ്വാസമില്ല അല്ലേ? അങ്ങനെയല്ല, സ്നേഹക്കൂടുതലാ. എനിക്ക് എന്തോ ഇത് സ്നേഹമായിട്ടല്ല തോന്നുന്നത്. അച്ഛന് തന്നെ സംശയം. വാട്ട്? അതേ മഹി, സ്നേഹത്തിൽ വിശ്വാസം വേണ്ടത്, അല്ലാതെ സംശയം ആവരുത്. ഒരുപക്ഷെ തന്റെ അച്ഛന് തന്നെ അത്രയ്ക്ക് വിശ്വാസമായിരുന്നെങ്കിൽ ട്രാഫിക്കിൽ കണ്ടത് തന്നെയാണെന്ന് ഒരിക്കലും സംശയിക്കില്ലായിരുന്നു. ഇങ്ങനെ കോളേജിൽ എങ്ങനെ ചെക്ക് ചെയ്യാനും വരില്ലായിരുന്നു. വാട്ട് ആർ യു സേയിങ്? തന്നെ അച്ഛന് വിശ്വാസം ഇല്ലെന്ന് ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ റൗഡികളെയും കൂട്ടി വിടുമായിരുന്നു. ആലോചിക്കേ. അമ്മേ, അച്ഛൻ എന്നെ തീരെ വിശ്വാസമില്ലെന്ന് ചോദിക്കേ. എന്തിനാ മോളെ ഇങ്ങനെ വിശ്വാസമില്ലെന്ന് പറയുന്നത്? നീ എന്റെ ജീവനല്ലേ? എന്നാ ഇനി മുതൽ അവരാരും എന്റെ കൂടെ വരണ്ടെന്ന് പറ. അവര് വന്നാ ഞാൻ കോളേജിൽ പോവില്ല. അയ്യോ, അങ്ങനെയൊന്നും പറയല്ലേ മോളെ. നമ്മൾ വലിയ പണക്കാരല്ലേ. മോൾക്ക് സെക്യൂരിറ്റി എന്നില്ലെങ്കിൽ നമുക്കല്ലേ അതിന്റെ മോശം. നിനക്കെന്താ ഭ്രാന്ത? എന്ത് വിലയുള്ള സാധനങ്ങളായി എറിഞ്ഞു പൊട്ടിക്കുന്ന തല്ലുകൊള്ളും പറഞ്ഞേക്കാം. നീ മിണ്ടരുത്. അവൾക്ക് ദേഷ്യം വന്നാൽ ലക്ഷക്കണക്കിന് വിലയുള്ള സാധനങ്ങൾ ചിലപ്പോൾ പൊട്ടിച്ചെന്നിരിക്കും. അവൾ എന്റെ മോളാ, പൊട്ടിച്ചോട്ടെ. മോളെ മഹി, എന്റെ പൊന്നല്ലേ, ഇങ്ങനെ വീശി എറിഞ്ഞാ മോളുടെ കൈ വേദനിക്കുള്ളൂ അച്ഛന്റെ പേടി. അതുകൊണ്ടല്ലേ പറയുന്നത്. എന്റെ തങ്കമല്ലേ, അച്ഛന്റെ പുന്നാര മോളല്ലേ, വഴക്കിടല്ലേ. നാളെ മുതൽ ഒരുത്തനും കോളേജിൽ പോയിക്കരുത് കേട്ടല്ലോ. ഓക്കെ അല്ലേ? അല്ലേ മോളെ? അങ്ങനെ അണ്ണന്റെ ഒരു വലിയ ടെൻഷൻ തീർന്നു. ഇന്നെന്റെ മയിലിന് സ്വാതന്ത്ര്യം കിട്ടിയ ദിവസമാണ്. ഞങ്ങളത് സെലിബ്രേറ്റ് ചെയ്യാൻ പോവാ. മയിലോ? എന്ത് മയിലേ? മയിലെന്ന് പറഞ്ഞാൽ മനസ്സിലെ മയില്. അക്ഷരം മാറ്റണം. വേണ്ടെങ്കിൽ വിട്ടോ സാറേ, ഞങ്ങളൊന്ന് എൻജോയ് ചെയ്യട്ടെ. രാമേന്ദ്ര, നിനക്കൊരു കത്തുണ്ട്. എന്തിനാണ് ലെറ്റർ ഇങ്ങനെ ചവയ്ക്കുന്നത്? ശരിക്കും ചവയ്ക്കേണ്ടവനെ എനിക്ക് ഇതുവരെ കിട്ടിയില്ല. കിട്ടുമ്പോ അവനെ ചവച്ചരയ്ക്കും. ഞാൻ ചവച്ചരയ്ക്കും, ചവച്ചരയ്ക്കും, ചവച്ചു തുപ്പും. ഇല്ല ബണ്ണി. നന്ദു, ഇന്ന് മഹാലക്ഷ്മി എന്താ കോളേജിൽ വരാത്തെന്നറിയോ? അറിയില്ല. മഹാലക്ഷ്മിയുടെ കാര്യം വിട്ടേക്കടാ. അവളുടെ അച്ഛൻ അറിഞ്ഞ നിന്നെ പെട്രോൾ ഒഴിച്ച് കത്തിക്കും. ഏയ്, പ്രേമത്തിനേക്കാളും പവർന്നും പെട്രോളിനില്ലടാ. നിന്റെ ഉപദേശക മതി. ചെന്ന് മഹാലക്ഷ്മി എവിടെ നിന്ന് അന്വേഷിക്കാൻ നോക്ക്. എടാ, ഞങ്ങൾ എത്ര അന്വേഷിച്ചിട്ടും മഹാലക്ഷ്മി വരാഞ്ഞതിനെ കുറിച്ച് ഒരു വിവരം കിട്ടിയില്ല. വേറെ വഴിയുണ്ടാ? അതെന്താ? സംസാരിക്കും സാറേ. ഫോൺ എടുക്കാതെ എങ്ങനെയാ സംസാരിക്കുന്നേ? ആരെങ്കിലും വന്ന് എടുക്കട്ടെ. ഹലോ അമ്മേ, ഞാൻ ദേവസ്യ പ്രിൻസിപ്പാൾ. മോളെന്താന്ന് പറഞ്ഞേ? അവൾ എവിടെ പോയിരിക്ക? അവളെവിടെയോ പോയിരിക്കുക. എവിടേക്ക് പോയെന്ന് ചോദിക്കേ. അതൊക്കെ ചോദിക്കേണ്ട കാര്യം എന്താടാ? ചുമ്മാ ചോദിച്ചാரு സാർ. അമ്മേ, എവിടേക്ക് അമ്മേ മോള് പോയിരിക്കുന്നേ? സുധീർ എന്നൊരു പയ്യനെ കാണണമെന്നും പറഞ്ഞ അവള് പോയത്. സുധീർ എന്ന് പറഞ്ഞൊരു പയ്യനെ കാണാൻ അവള് പോയിരിക്കുന്നെന്ന്. നീ ഇനിയെങ്കിലും ഇവിടുന്ന് വെളിയിൽ പോയില്ലെങ്കിൽ ഞാൻ സ്വയം കത്തിപ്പോകും. പ്ലീസ്. ഓക്കെ ഓക്കെ ഓക്കെ, താങ്ക് യു സർ. കണ്ടില്ലേ, നിന്നെ ഒന്ന് നോക്കിയെന്ന് പറഞ്ഞ എന്റെ മോന്റെ കണ്ണ് അവർ പൊട്ടിച്ചത്. നീ ഇനി ഇവിടെ വന്നെന്നറിഞ്ഞാൽ അവന്റെ ജീവനായിരിക്കും എടുക്കുന്നത്.
കളക്ടറാകാൻ വേണ്ടി പഠിച്ച എന്റെ മോന ഇരിക്കുന്ന കണ്ടില്ലേ? ദയവ് ഏത് കുട്ടി ഇനി ഇവിടെ വരരുത്. അതല്ല അങ്കിൾ, എന്റെ ബർത്ത്ഡേ ആയതുകൊണ്ട് കേക്ക് കൊടുക്കാൻ വേണ്ടി. അതൊന്നും വേണ്ട, മോളൊന്ന് പോ. മഹി, നീ എന്തിനാ കരയുന്നേ? നീ കാരണം സുധീറിന്റെ കണ്ണ് പോയെന്ന് ഓർത്തിട്ടാണോ? അവന് കണ്ണ് ഞാൻ കൊടുക്കും. എങ്ങനെ? ഡേയ്, ജയ് ചാരിറ്റബിൾ ട്രസ്റ്റിലേക്ക് ഫോൺ ചെയ്ത് ഡോക്ടർ നീരജനോട് ഒരാൾ നേത്രദാനം ചെയ്യാൻ വരുന്നുണ്ട്, ഓപ്പറേഷൻ റെഡിയായി നിന്നോളം പറ. അതാരാടാ ബണ്ണി? Listen to me, the man, the bunny, see, don't play naughty, see what I mean, the power he has is forever. Bunny, he's the macho man. Bunny, don't play the thing you can. Bunny, he's got the style of the future. Bunny, the attitude is high. Bunny, Bunny. ആരാടാ നീ ഇതിലാണ് തല്ലുന്നത്? നമ്മൾ തമ്മിൽ എന്ത് പ്രശ്നമാണോ ഉള്ളത്? എന്റെ അമ്മ, എടാ അത് തീയാണ്ട, പൊള്ളി പോടാ. Noppi noppi kundenta noppi എടാ മോനെ, നീ ഞാനും തമ്മിൽ പരിചയമേയില്ല, ഒന്ന് കാര്യം പറഞ്ഞിട്ട് അടിച്ചോ. അച്ഛോ, ഇത് ആശുപത്രിയാണല്ലോ. ഇതിലൊപ്പിടും. ഡോക്ടറാ? എന്തിനാ ഒപ്പിടുന്നേ? ഇടാലോ. സൂര്യ, അണ്ണാ എന്തു പറ്റിയടാ? എന്റെ കണ്ണ് മോഷ്ടിച്ചണ്ണാ. കണ്ണ് മോഷ്ടിക്കുന്ന എങ്ങനെടാ? ചായ കുടിക്കായിരുന്നണ്ണ, ഒരുത്തൻ വന്ന് എന്നെ അടിച്ചിട്ട് അടിച്ചു മാറ്റി കൊണ്ടുപോയി. അവൻ ആരാണെന്ന് അന്വേഷിച്ചോടാ? അന്വേഷിച്ചപ്പോ കറുത്ത ഒരുത്തനാന്നാ പറഞ്ഞത്. അതേണ്ട, അവൻ നല്ലോണം കറച്ചിട്ടാണല്ലോടാ. There are 3 levels in which morphology can be classified. They are ഫ്രണ്ട്സ്, സുധീർ ഇതിനു മുമ്പ് ഈ കോളേജിൽ ഉണ്ടായിരുന്നു. ഇനിയും നമ്മുടെ ഒപ്പം തന്നെ ഉണ്ടാവും. പ്ലീസ് വെൽക്കം ഹിം. ബണ്ണി, എനിക്ക് നിന്നോട് ഒരുപാട് നന്ദിയുണ്ട്. വീണ്ടും ഞാൻ ഈ കോളേജിൽ വരുമെന്നും എല്ലാവരെയും കാണാൻ പറ്റുമെന്ന് ഞാൻ കരുതിയതല്ലേ. സുധീർ, എന്താ ഇത്? നീ ഒരു കളക്ടർ ആവണം നിന്റെ അച്ഛനമ്മമാരുടെ മോഹം. ഉഴപ്പി നടക്കരുത്, അത് നിറവേറ്റണം. ബണ്ണി മോനെ, നീ എന്നും മറ്റുള്ളവർക്ക് ഉപകാരിയായിരിക്കുമെന്ന് ഒരു മഹത് വ്യക്തി എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞതിന്റെ അർത്ഥം എനിക്ക് ഇപ്പോഴാ മനസ്സിലായത്. ആസ് എ ഗുഡ് ഹ്യൂമൻ ബീയിങ് ഇപ്പോൾ നിനക്ക് 100 മാർക്ക് തരിക ഞാൻ. ഗോഡ് ബ്ലസ് യു. താങ്ക് യു സർ. എങ്ങനെയാ ഞാൻ നന്ദി പറയേണ്ടത് നിന്നോട്? ദായി കണ്ണീര് പോരെ.
ഗുഡ് മോർണിംഗ് സർ. ആ മഹാദേവൻ, വാ 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 വാ. ഇരിക്കിരിക്കും. അല്ല, എന്താ ഒരു മുന്നറിയിപ്പില്ലാതെ? ഒന്നുമില്ല സർ. സാറിന്റെ മോളുടെ ബർത്ത്ഡേക്ക് ഒരു സർപ്രൈസ് ഗിഫ്റ്റ് തരാമെന്ന് കരുതി. എടാ മോനെ തരുൺ. സർ, എന്റെ മകനാണ്, അങ്ങ് അമേരിക്കയിലാണ്. എനിക്കറിയാം. എന്റെ മോളെ ഇവന് വേണ്ടി കല്യാണം ആലോചിക്കാൻ വന്നാണല്ലേ? സാർ അത് നീ ഒന്നും വേണ്ട. സൂട്ടും കോട്ടും ഒക്കെ ഇട്ടാൽ സ്റ്റാറ്റസ് ഉണ്ടാവുന്ന കരുതിയോ? നിനക്ക് എന്റെ ഒരു രോമത്തിന് വിലയുണ്ടോടാ? എന്റെ കയ്യിൽ നിന്ന് വീഴുന്ന എച്ചിന് വേണ്ടി എന്റെ കാൽക്കൽ ഒരു പട്ടിയെ പോലെ നടന്നൊക്കെ മറന്നുപോയോ നീ? ഓരോ മനുഷ്യന്റെ അവസ്ഥ എന്നും ഒരുപോലെ ആയിരിക്കണമെന്നില്ലല്ലോ സാർ. ഈ 20 വർഷം കൊണ്ട് ഞാൻ ഒരുപാട് വളർന്നു. ശരിയായിരിക്കും. 20 വർഷം മുമ്പ് എന്റെ ഷൂവിന്റെ വില വെറും 500. ഇപ്പൊ അത് 5000. വില കൂടുതലാണെന്ന് പറഞ്ഞ് ഈ ഷൂ എടുത്ത് എന്റെ തലയിൽ വെക്കാൻ പറ്റില്ലല്ലോ. കാലില് തന്നെ ഇടണം. നീയും ഇതുപോലെയാ. എന്റെ മോള് മഹാറാണിയാ. അവളെ ഒന്ന് നോക്കണമെങ്കിൽ പോലും നീ നിന്റെ മോന് ഇനി ഒരു ജന്മം കൂടി ജനിക്കണം. ക്ഷമിക്കണം സാർ, എന്നോടൊന്നും തോന്നരുത്. അങ്ങനെയൊന്നും ആഗ്രഹിച്ചു പോയി. സാർ എന്നെ എന്ത് പറഞ്ഞാലും എനിക്കൊരു ദേഷ്യമില്ല. വരട്ടെ സാർ. വടാ. എന്റെ മോളെ ചോദിക്കാറായോടാ? വരട്ടെ. അവളെ കെട്ടേണ്ടവൻ അത്ര ടോപ്പില് ആകാശത്തിലാ ഉണ്ടാവേണ്ടത്. ഹായ്, ബ്യൂട്ടിഫുൾ. ഈ ഡ്രസ് സെലക്ട് ചെയ്യാൻ ഞാൻ എത്ര കഷ്ടപ്പെട്ടെന്നറിയോ? എന്തിനെങ്ങനെ ടെൻഷൻ അടിക്കുന്നത്? ഒക്കെ മഹി പറഞ്ഞിട്ടല്ലേ? പക്ഷെ രാത്രിയിലെങ്ങാനും എന്റെ ഡാഡി എണീറ്റാലോ? ആ പേടിയെ വേണ്ട. നിങ്ങളുടെ വീട്ടിലെ പാലിൽ ഞാൻ മയക്കുമരുന്നിട്ടു. അത് കുടിച്ച് അച്ഛനും അമ്മയൊക്കെ സുഖമായിട്ട് ഉറങ്ങുക. ഇന്നിന് എണീക്കില്ല. അതൊക്കെ വിട്. വന്ന് ഈ അറ്റ്മോസ്ഫിയർ എൻജോയ് ചെയ്യ്. കമോൺ. ഹലോ സ്കൈ, മൂൺ, സ്റ്റാർസ്, ഓഷ്യൻ, ലെറ്റ് മീ സെലിബ്രേറ്റ് മൈ ഓൺ യുവർ ബർത്ത്ഡേ. ഹാപ്പി ബർത്ത്ഡേ ടു യു മഹാലക്ഷ്മി. ഇത് ശരിക്കും ത്രില്ലിംഗ് ആണ് ബണ്ണി. ഇങ്ങനെ ഭൂമിക്കും ആകാശത്തിനും മധ്യത്തിൽ നിലാവത്തെ സമുദ്രത്തെ കണ്ടുകൊണ്ട് എന്റെ ബർത്ത്ഡേ ആഘോഷിക്കാന്ന് പറഞ്ഞ ഇറ്റ്സ് റിയലി ഫാന്റാസ്റ്റിക്. ഓ യെസ്, ഇത് മാത്രമല്ല, ഇനി ഇതുപോലെ കുറെ ഉണ്ട്. വാ, കാണിച്ചു തരാം. ഏയ് ചേട്ടാ, ഒരു സ്പെഷ്യൽ ടീ എടുക്കും. ഇപ്പൊ തരാം. ഹായ് ഫ്രണ്ട്സ്, വാ വാ വാ. ഇന്ന് മഹാലക്ഷ്മിയുടെ ബർത്ത്ഡേയാ. എല്ലാവരും ഈ ബണ്ണ് വാങ്ങിച്ചിട്ട് ഹാപ്പി ബർത്ത്ഡേ പറ. ദാ പിടിച്ചോ. ഹാപ്പി ബർത്ത്ഡേ ടു യു മഹാലക്ഷ്മി. ഇത് ശരിക്കും ത്രില്ലിംഗ് ആയിട്ടുണ്ട്.